എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഒരു വില്ലനാവട്ടെ അവന്റെ പക്ഷിയുടെ പുറത്ത് കയറി ഇപ്പൊ വളരെ സ്പീഡില് മുൻപോട്ട് വരും. ഗാറയാവട്ടെ അവന്റെ സാൻഡ് ഉപയോഗിച്ച് വലിയൊരു ബോളായി മാറിക്കൊണ്ട് വില്ലനെ നോക്കി നിൽക്കാണ്. നോക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. കാരണം ഗാറയുടെ പവർ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ആ ഒരു വില്ലനും ഇപ്പൊ വലിയൊരു ഗോളായി തീർന്ന് നമ്മുടെ ഗാറയുടെ നേർക്ക് പാഞ്ഞടുക്കും. ആ രണ്ട് ഗോളങ്ങളും ഇപ്പൊ കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാവും. വില്ലന്റെ പക്ഷിയുടെ കഥ കഴിഞ്ഞ് അവൻ താഴേക്ക് വീഴുമ്പോ ഇവിടെ ഗാറയാവട്ടെ ഒരു കുലുക്കവും ഇല്ലാതെ അവനെ നോക്കി നിൽക്കും. വില്ലൻ തകർന്ന് തരിപ്പണമായി അവൻ താഴേക്ക് പോകുമ്പോ ഗാറയാവട്ടെ അവന്റെ സാൻഡ് കണ്ണുവെച്ച് ഇപ്പൊ വില്ലനെ നോക്കിക്കൊണ്ടേയിരിക്കും. വില്ലൻ താഴേക്ക് പോയി വീണ്ടും ഒരു പക്ഷിയെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മേലെ കയറിയിരുന്ന് ഇപ്പൊ പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ഗാറ വീണ്ടും അവന്റെ ഒരുപാട് സാൻഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. വില്ലൻ പേടിച്ചിട്ട് ഇവൻ വീണ്ടും എന്തിനാ എന്റെ പുറകെ തന്നെ വരുന്നെന്ന് പറഞ്ഞ് പക്ഷിയുടെ മുകളിൽ കയറി മുൻപോട്ട് ആഞ്ഞു പറക്കും. ഗാറ ആവട്ടെ അവനെ വിടാതെ പിന്തുടരുമ്പോ ഇവിടെ കങ്കൂറ അവൻ ചിരിച്ചിട്ട് പറയും, നീയല്ലാതെ വേറെ ആരും ഗാറയുടെ മുൻപിൽ ചെന്ന് പെടില്ല. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി ആവട്ടെ ആ ഒരു ബുക്ക് നോക്കി ഇപ്പൊ ഒരുപാട് വിഷമിക്കുകയാണ്. ഈ ഒരു ബുക്ക് കാരണം ഞാൻ തോറ്റുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് കാക്കാഷി പറയുമ്പോ നമ്മുടെ സ്വത്തുമണികളാവട്ടെ ആ ഒരു ബെല്ലെടുത്ത് ഇപ്പൊ കാക്കാഷിയുടെ മുൻപില് കിലുക്കി കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഒരു മിനിറ്റ് ചിരിച്ചിട്ട് അവര് പറയും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പുസ്തകത്തിലുള്ള സ്റ്റോറി അതിന്റെ ABCD പോലും അറിയില്ല. നിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബെല്ല് സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ ചുമ്മാ നിന്നെ പറ്റിച്ചതാണെന്ന് പറയുമ്പോ ഇവിടെ കാക്കാഷി ആവട്ടെ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. അവൻ ഒരുപാട് വിഷമത്തില് അങ്ങനെ തല കുനിച്ച് നിൽക്കും. അതുകൊണ്ട് ഹൊക്കാഗെ ആന്റിയും അസിസ്റ്റന്റ് ചേച്ചിയും ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. ഹൊക്കാഗെ ആന്റി കാക്കാഷിയോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് കാക്കാഷി പറയും, എനിക്കൊന്നും പറയാനില്ല, കാരണം അവര് ബെല്ല് സ്വന്തമാക്കി. അപ്പൊ ഹൊക്കാഗെ ആന്റി ഇപ്പൊ സാക്കുറയുടെയും കുട്ടപ്പനെ കൈക്ക് പിടിച്ച്, ഇനി മുതൽ നിങ്ങളാണ് ലീഫ് വില്ലേജിന്റെ ഫ്യൂച്ചർ. കാക്കാഷി, നറൂട്ടോ, സാക്കുറ, നിങ്ങൾ രണ്ടുപേരും ഇനി മുതൽ ഒറ്റ ടീമായിരിക്കും, ടീം കാക്കാഷി. അത് കേട്ട് നറൂട്ടോ കുട്ടപ്പനും സാക്കുറയും ഇപ്പൊ ഒരുപോലെ ഷോക്കാവും. കുട്ടപ്പനാണെ മനസ്സിലാവില്ല എന്താ നിങ്ങളൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോ അതിന് കാക്കാഷി പറയും, നമ്മൾ പണ്ട് മുതലേ ഒന്നിച്ചായിരുന്നു. അന്ന് നമ്മൾ മാസ്റ്റർ ആൻഡ് സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ 3 പേരും ലീഫ് ഷിനോബീസ് ആണ്. നമ്മൾ 3 പേരും തുല്യരായി നിന്നുകൊണ്ട് ഈ ഗ്രാമത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോ കുട്ടപ്പനും സാക്കുറയ്ക്കും ഇപ്പൊ ഒരുപാട് സന്തോഷാവും. ഇതെല്ലാം കണ്ടും കേട്ടും ഇപ്പൊ ജിറയമ്മാവനാവട്ടെ മരത്തിന്റെ മേലെ തന്നെ ഉണ്ടാവും. കട്ട് ചെയ്താ ഇവിടെ ഗാറയുടെ മാസ്റ്ററും ബാക്കിയുള്ള ടീംസും ആവട്ടെ ഇപ്പൊ കങ്കൂറയുടെ അടുത്ത് വരും. ഗാറ അവൻ എവിടെയും ചോദിക്കുമ്പോ കങ്കൂറ പറയും, ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലനുമായിട്ട് ഇപ്പൊ യുദ്ധത്തിലാണ്. വില്ലൻ പറന്നു പൊന്തുന്ന അവസാന നിമിഷം ഗാറയാവട്ടെ അവന്റെ സാൻഡ് വെച്ച് വില്ലനെ അങ്ങനെ തന്നെ മടക്കി അങ്ങോട്ട് പിടിക്കും. വില്ലൻ എന്തൊക്കെയോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സാൻഡ് അത് തകർക്കാൻ ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് കഴിയില്ല. വില്ലന്റെ കൈ തകർന്ന് ഇപ്പൊ ചോര തുളുമ്പിയിട്ടും അവൻ വിട്ടുകൊടുക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവര് ലോഡ് ഗാരയുടെ പേര് പറഞ്ഞ് ഇപ്പൊ ചിയർ ചെയ്ത് എടുത്ത് ചാടാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും വില്ലൻ അവന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അവൻ കൂളായിട്ട് ചിരിച്ചിട്ട് ഗാരയുടെ സാൻഡ് അത് തട്ടി മാറ്റി വിദൂരത്തിലേക്ക് അങ്ങനെ പറന്നു പോവും. അവന്റെ ലക്ക് കൊണ്ടാണ് അവൻ ഗാരയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഇപ്പൊ ഗാരയുടെ മാസ്റ്റർ പറയും. ഇവിടെ ദേദുര വില്ലൻ ഇപ്പൊ ഗാരയെ കുറിച്ച് ആലോചിക്കുകയാണ്. അവൻ പുറത്തുള്ള മണ്ണ് പോലും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാണ്. മാത്രമല്ല അവന് ഡിഫെൻഡിങ് കപ്പാസിറ്റി അത് വളരെ കൂടുതലാണ്. എന്റെ കൈ പോലും അവൻ അവന്റെ സാൻഡ് ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. തീർച്ചയായിട്ടും ഇവന്റെ പവർ അത് ഞാൻ ഉദ്ദേശിച്ചതിലും 10 മടങ്ങാണ്. എന്തുകൊണ്ട് അവന്റെ കയ്യിലുള്ളത് അൾട്ടിമേറ്റ് പവർ ആയിക്കൂടാ? ആ പവറിനെ ഇല്ലാതാക്കി അവനെ തകർക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടണം. എന്റെ കയ്യിലുള്ള ക്ലേ അത് വളരെ കുറവാണ്. അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവന്റെ കഥ കഴിക്കണമെന്ന് പറയുമ്പോ ഗാരയാവട്ടെ ആ ഒരു വില്ലനെ അവനെ തുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആ ഒരു വില്ലൻ ഇപ്പൊ അവന്റെ കയ്യില് വലിയൊരു പക്ഷിയെ തന്നെ ഉണ്ടാക്കും. അവൻ ആ പക്ഷി ഉപയോഗിച്ച് ഇപ്പൊ ഗ്രാമം മുഴുവൻ തന്നെ നശിപ്പിക്കാൻ പോവുകയാണോന്ന് എല്ലാവരും ഇപ്പൊ ഒരുപാട് ടെൻഷനോട് കൂടെ നോക്കി നിൽക്കും. ഇവിടെ ബാക്കിയുള്ള ആ ഒരു സാസുരി എന്ന് പറയുന്ന വില്ലൻ ദൂരെ നിന്ന് ഇപ്പൊ അവരുടെ ഫൈറ്റ് അത് നോക്കി നിൽക്കും. ഒരുപാട് നേരമായി നീ ഫൈറ്റ് ചെയ്യുന്നു, എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് തീരെ ഇഷ്ടമല്ല ആ ഒരു വില്ലൻ പറയും. വില്ലൻ പാഞ്ഞെടുക്കുമ്പോ ഇപ്പൊ ഗ്രാമത്തിലുള്ളവര് അവര് ബൈനോക്കുലർ വെച്ച് ആ ഒരു വില്ലനെ നോക്കും. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക
അക്കാസ്കി ഗ്യാങ്ങിലെ ഒരു വില്ലനാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മുടെ ഗാറ അവൻ വിട്ടുകൊടുക്കാതെ വീണ്ടും സാൻഡ് ഉപയോഗിച്ച് ആ ഒരു വില്ലനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഗാരയുടെ മാസ്റ്റർ പറയാ അതൊരു ബ്രഹ്മാണ്ഡ വില്ലനാണ്. അവനിലൂടെ ഗാരയുടെ ഉള്ളിലെ ആ ഒരു മോൺസ്റ്റർ അത് പുറത്തു വരികയാണെങ്കിൽ വലിയ അപകടമാണ്. ഇത് കേട്ട് കങ്കൂറ ആവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ടെൻഷനായിട്ട് നിൽക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കങ്കൂറ ചിരിക്കും. അതേ സമയത്ത് ഗാര ആവട്ടെ അവന്റെ സാൻഡ് അത് തിരിച്ചു മറിച്ചു എറിഞ്ഞ് ആ ഒരു വില്ലനെ പിടിക്കാൻ നോക്കുമെങ്കിലും കട്ട് ചെയ്ത ഇപ്പൊ ഫ്ലാഷ് ബാക്കില് കങ്കൂറ ആവട്ടെ ഗാരയോട് പറയും, നീ ദയവ് ചെയ്ത് ഈ ഒരു ഹൊക്കാഗ പദവിയിൽ നിന്ന് മാറണം. കാരണം നീ എപ്പോഴും ഗ്രാമത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു പക്ഷേ നിനക്ക് പോലും നിന്നിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ ഗ്രാമം ബാക്കിയുണ്ടാവില്ല. ജനങ്ങൾക്ക് പോലും നിന്നെ ഒരുപാട് പേടിയാണെന്ന് പറയുമ്പോൾ ഗാറ പറയും, അതെല്ലാം തന്നെ എനിക്കറിയാം. അതെല്ലാം തന്നെ മറികടക്കാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഇപ്പം ഗാറയ്ക്ക് ഒരുപാട് വിഷമാവും. ഞാൻ എൻ്റെ പാസ്റ്റിലുള്ള ആ ഒരു ഗാറയല്ല. എൻ്റെ ചിന്ത മുഴുവൻ തന്നെ ഫ്യൂച്ചറിലേക്കാണ്. എൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എനിക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവരെന്നെ തിരിച്ചറിയുന്നു പറയുമ്പോൾ ഇവിടെ കങ്കൂറ ആവട്ടെ ഷോക്കായി പോവും. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ. ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചത് നറൂട്ടോ ഉസുമാക്കിയാണ്. അവനെ കണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞത്. സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഞാൻ അവനിലൂടെയാണ് പഠിച്ചത്. എൻ്റെ കണ്ണ് അതിപ്പോഴാണ് തുറന്നത്. അതുകൊണ്ട് തന്നെ കുട്ടപ്പനെ പോലെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഗ്രാമത്തിനു വേണ്ടി നന്മ ചെയ്യും. അവനാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ റോൾ മോഡലും അവൻ തന്നെയാണ്. ഞാൻ ഇനി മുതൽ ഒരായുധമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കസകക്കാണ്. ഗാറ അത്രയും പറഞ്ഞ് ഇപ്പൊ ആകാശത്തേക്ക് നോക്കി പതിയെ ചിരിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് കങ്കൂറ മുകളിലേക്ക് നോക്കി പറയും, ഈ ഗ്രാമം മുഴുവൻ ഇപ്പൊ നിന്നിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ജയിക്കും. ഇവിടെ വീണ്ടും കാക്കാഷി ആവട്ടെ സാക്കുറയും കുട്ടപ്പനെയും അഭിനന്ദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന് കാക്കാഷി പറയും, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി ആദ്യമായിട്ട് ഞാനൊരു ജിപ്സു കണ്ടുപിടിച്ചു, നമുക്കത് എത്രയും പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുട്ടപ്പൻ പറയും, ആദ്യം ഞാൻ വല്ലതും കഴിക്കട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് അവൻ ട്രൗസറും പൊക്കി ഇപ്പൊ 100-110 ഓടും. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ സാക്കുറ ഓടുമ്പോ കാക്കാഷി ഒരു സെക്കൻഡ് ശശിയായി പോവും. അത് കണ്ട മാമൻ ഇപ്പൊ കാക്കാഷിയോട് പറയും, അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ കുട്ടപ്പനെ മിടുക്കനായിട്ട് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എനിക്ക് അക്കാസ്കിയെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് മാമൻ ഞൊട്ടിയിടയില് അവിടുന്ന് കടന്നു പോവും. ഇവിടെ കുട്ടപ്പനും സാക്കുറ ആവട്ടെ ഇപ്പൊ കാക്കാഷിയെ വിളിച്ചു വരുത്തും. ഇന്ന് തീർച്ചയായിട്ടും മാസ്റ്ററുടെ ചെലവാണ്, അതുകൊണ്ട് ബില്ല് മാസ്റ്റർ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ വെട്ടി വിഴുങ്ങാൻ തുടങ്ങും. അവരുടെ തീറ്റ കണ്ട് ഇപ്പൊ കാക്കാഷി പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു മിഷന് പോകണം, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് കാക്കാഷി അവിടുന്ന് ഓടുമ്പോൾ കുട്ടപ്പൻ സാക്കുറയോട് ചോദിക്കും, നമുക്ക് രണ്ടുപേർക്കും ഡേറ്റിങ്ങിന് പോയാലോ, ഒരു ചെറിയ ഡേറ്റിന് പോയാലോ എന്ന്. അതിനവൾ നാണിച്ചു പറയും, ഡേറ്റിങ്ങിന് ഞാൻ റെഡിയാണ്, പക്ഷെ എൻ്റെ ഫുൾ ചെലവ് അത് നീ നോക്കണം. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ ആള് പിശുക്കനാണ്. അവൻ പറയും, നമുക്ക് രണ്ടുപേർക്കും 50-50 ഇടാം. കട്ട് ചെയ്താ ഇപ്പൊ ഗാറ ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവന്റെ മാസ്റ്റർ പറയും, മാസ്റ്റർ ഉടനെ ഇതൊരു വലിയ ബാറ്റിലാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളും ഗാറയ്ക്ക് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ഇപ്പൊ വലിയൊരു സർക്കിൾ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് ദേദുരം വില്ലൻ, നീ നിന്റെ ആൾക്കാരെ വെച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കും അല്ലേന്ന് ചോദിച്ച് അവൻ അടുത്ത യുദ്ധത്തിന് തയ്യാറായി ഇപ്പൊ ഗാരയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. പക്ഷെ ഗാരയ്ക്ക് അവന് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അതിനിടയിൽ ദേദുര വലിയൊരു പക്ഷി ഉണ്ടാക്കി അതിന്റെ മേലെ ഇപ്പൊ C3 ചക്ര ഉപയോഗിച്ച് അവൻ ഗ്രാമത്തിന് നേർക്ക് അങ്ങനെ ഇട്ടും. അത് കണ്ട് ഗാറ പേടിച്ച് വിറയ്ക്കുമ്പോ ഇവിടെ ജനങ്ങളാവട്ടെ അറഞ്ചം പുറഞ്ചം ഗ്രാമത്തിലൂടെ ഓടാൻ തുടങ്ങും. ഗാറ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ ഒരു ബോംബ് ഇപ്പൊ ഗ്രാമത്തിൽ വീണ് പൊട്ടി അങ്ങോട്ട് തെറിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.